أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയെ സംബന്ധിച്ചൊന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണമെന്നും കൂടി ആദ്യമായിട്ട് പറയുകയാണ്. കാരണം ലാസ്റ്റ് വരുമ്പോൾ മറന്നുപോയാലോ എന്ന് കരുതിയാണ് മുമ്പ് ഇത് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ്റെ ഒരു ജുസ്ഇൻ്റെ ഒരു പാഠത്തിൻ്റെ ഒരല്പഭാഗമാണ്, പ്രധാനമായൊരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ പാരായണം ചെയ്യും, ആ ഓതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലങ്ങളും ഏറ്റവും വലിയ ഗുണങ്ങളും നമ്മുടെ കുടുംബത്തിനും നമുക്കും വ്യക്തിപരമായിട്ടും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അത്രത്തോളം പ്രധാനമായ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പണികൾ ആത്മാർത്ഥമായി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ തോനെ ഒന്ന് നിങ്ങൾ ഓതേണ്ട, ഒരു 51 പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ഓതിയാൽ മതി. ഇതൊന്ന് പഠിച്ചിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് പിന്നെ ഒരുപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇത് അറിയാവുന്ന, ആരും ഖുർആൻ ഓതാത്ത ആൾക്കാരൊക്കെ അവിടെ ചുരുക്കമാണല്ലോ. അതുകൊണ്ട് ഇത് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇതൊന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ പറഞ്ഞു ഇതൊന്ന് ഓതിയാൽ അള്ളാഹുവെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നെടുത്ത് നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാലും അതിന് പ്രതിഫലം കിട്ടുന്നതാണ്. എന്നാൽ ചില വീടുകളിൽ ഖുർആൻ എടുത്ത് മൂളങ്ങി വെച്ചിരിക്കുന്നു, അതൊന്നും വായിക്കുന്നില്ല, അതൊന്നും എടുക്കുന്നില്ല. ഇത് അള്ളാഹുവിനറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എൻ്റെ ഖുർആൻ ശരീഫൊന്നെടുത്ത് നിങ്ങളൊന്ന് മറിച്ച് നോക്കിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അപ്പോഴൊന്ന് ഓതിയാൽ പറയണോ, ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നതിന് പറയണോ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സാഹചര്യം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എൻ്റെ ഈ ഖുർആനുണ്ടല്ലോ, എൻ്റെ ഈ അശരീരി ഉണ്ടല്ലോ, എൻ്റെ ഈ സന്ദേശം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം കൊടുത്തതാണ്. ഈ സന്ദേശം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തതാണ്, മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടി കൊടുത്തതാണ്. മനുഷ്യനിത് പഠിക്കണം, മനുഷ്യനിത് പാരായണം ചെയ്യണം. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന ഐശ്വര്യം, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന ബർക്കത്ത്, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന റഹ്മത്ത് ഇതിനൊന്നും അളവില്ല. ഇതെല്ലാം മണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ തരുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, എൻ്റെ ഈ അശരീരി ഉണ്ടല്ലോ, ഒരു കൂട്ടം ആളുകൾ നോക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതത്ര നല്ല പരിപാടിയല്ല. എന്നാൽ എൻ്റെ ഈ ഖുർആൻ മനുഷ്യൻ്റെ പേരിൽ ഞാൻ ഇറക്കാതെ കണ്ട് എൻ്റെ ഈ ഖുർആൻ ഉണ്ടല്ലോ, വല്ല പർവ്വതത്തിൻ്റെയും മുകളിൽ ഞാൻ എൻ്റെ ഖുർആൻ ഇറക്കിയിരുന്നു എങ്കിൽ ആ ഖുർആനും ഇറക്കിയിരുന്നു എങ്കിൽ ആ ഖുർആൻ ഇറക്കിയാൽ അല്ലാഹുവേ ആ പർവ്വതങ്ങളുണ്ടല്ലോ, ആ കൊടുമുടികളുണ്ടല്ലോ, രണ്ടായിട്ടങ്ങ് പുലരുകയും അതങ്ങ് പുലർന്നിട്ട് അതവിടെ കിടന്ന് കരയുകയും ചെയ്യുമായിരുന്നു. അത്രത്തോളം പ്രധാനമുള്ള ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കണം. അല്ലാഹ് ഈ ലോകത്തിൻ്റെ നേതാവായ, എല്ലാത്തിൻ്റെയും നേതാവായ, എല്ലാത്തിനെയും അടക്കിപ്പരിക്കുന്ന, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെ ഒരു സമയം കൊണ്ട് അല്ലാഹു തആല അറിയുന്നു. അങ്ങനെയുള്ള അല്ലാഹു തആലയെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് മറച്ചു വെക്കാൻ കഴിയുമോ? ഒരിക്കലും ഒക്കുകയില്ല. അല്ലാഹു റബ്ബി, പടച്ചവനെ
എല്ലാം നിന്നിലേക്ക് തന്നെ അല്ലാ, എല്ലാം നീ തന്നെ അല്ലാ. സകല ഇബാദത്തുകളും സകല ഐശ്വര്യങ്ങളും നിനക്ക് തന്നെ, സകല സ്തുതികർമ്മങ്ങളും നിനക്ക് തന്നെ, എല്ലാ ഇബാദത്തുകളും നിനക്ക് തന്നെ, നിനക്കല്ലാതെ മറ്റാർക്കുമല്ല. ഇതെല്ലാം നിനക്ക് തന്നെ അല്ലാ. അർഹമറഹീനായ തമ്പുരാനെ, എല്ലാം നിനക്ക് തന്നെ അല്ലാ എന്നുള്ള ആ ചിന്തയിൽ കൂടി നമ്മുടെ ഹൃദയം ഒന്ന് ശുദ്ധീകരിച്ചിട്ട്, നമ്മളെ ഹൃദയം ഒന്ന് നല്ലപോലെ ഒന്ന് എഡിറ്റാക്കി വെച്ചിട്ട്, അഹങ്കാര മനോഭാവങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ട് നിങ്ങളുടെ ഖുർആൻ ഈ ഭാഗം ഒന്ന് ഓതിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ചില്ലറയൊന്നുമല്ല. അതുമാത്രമല്ല, എന്തെല്ലാം ഗുണങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല തരുന്നതാണ്. അങ്ങനെ ഗുണങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അല്ല ഇത് കുറച്ച് നാളായല്ലോ ഇതെല്ലാം ഞങ്ങൾ ഓതിയിട്ടും പറഞ്ഞിട്ട് വെക്കുക, അപ്പോഴൊന്നും കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് പിന്നെയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നല്ലോ എന്നൊക്കെ പറയും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് വീണ്ടും നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ഒരല്പം താമസിച്ചാലും ശരി, ഖുർആൻ്റെ ഒരു വരി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഒരക്ഷരം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുടുംബത്തിനും അത് ബർക്കത്ത് തന്നെ, റഹ്മത്തും തന്നെ, എല്ലാവിധ ഗുണവും അതിൽ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത് ചെല്ലുന്ന കാര്യത്തിൽ പരിശുദ്ധമായ ഖുർആനാണ്. ഇത് ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഇത് വളരെ നല്ല കാര്യമാണ്. ഞാനിപ്പോൾ അവിതാ ഇവിടെ ചെല്ലാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم ربي لولا تؤخرتني إن أجل قريب وصدق ومن الصالحين. എന്താണ് ഒന്നും കൂടി ഞാൻ ഒന്ന് പറയട്ടെ. اللهم ربي لولا تؤخرتني إن أجل قريب വസദ്ദക വമിനസ് സാലിഹീൻ. ഇതാണ് ചെല്ലേണ്ടത്. ഇതാണ് വിശുദ്ധമായ ഖുർആന്റെ ഒരു ഭാഗം. ഇതാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അതായത് ആ ചൊല്ലിക്കൊണ്ട് വരുമ്പോൾ ജലീലായ തമ്പുരാനെ, നമ്മൾ ആ പ്രാർത്ഥനകളും മറ്റും ഇത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, അല്ലാ എല്ലാ ഇബാദത്തുകളും നിനക്ക് തന്നെ അല്ലാ, സർവ്വ നിനക്ക് തന്നെ അല്ലാ. റബ്ബേ അർഹമറഹീനായ തമ്പുരാനെ, ഞങ്ങളെ നീ സാലിഹീങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും അങ്ങ് ചെല്ലുമ്പോൾ ഒരു 51 പ്രാവശ്യം നിങ്ങൾ ആദ്യമായി നിങ്ങളിത് ചെല്ലണം. ഈ 51 പ്രാവശ്യം നിങ്ങൾ ചെല്ലിയിട്ട് പിന്നെ നിങ്ങൾ ചെല്ലാനുള്ളത് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഇതങ്ങ് ചെല്ലാവുന്നതല്ലേ. എല്ലാവരും നിസ്കരിക്കുന്നവരല്ലേ, നിസ്കരിച്ചതിന് ശേഷം ഇരുന്നങ്ങ് ചെല്ലാം. എല്ലാവിധ ഗുണവും കിട്ടും. നമ്മളെ മുസ്ലിമായി അല്ലാഹുവേ നമ്മളെ മരിപ്പിക്കണേ. നമ്മളെ സാലിഹീങ്ങളെ പട്ടികയിൽ നമ്മളെ ഉൾപ്പെടുത്തണേ. എല്ലാ ആരാധനയും പടച്ചവനെ നിനക്ക് തന്നെ അല്ലാ, എല്ലാം നീ തന്നെ അല്ലാ, സർവ്വതും വലിയവൻ നീ തന്നെ അല്ലാ എന്നൊക്കെ ഉള്ള ആ പ്രാർത്ഥന നമ്മളിലൂടെ നമ്മളങ്ങ് അള്ളാഹുവിനോടങ്ങ് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമുക്ക് തരുന്നതുമാണ്. തക്കാലം ഇപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.